ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ ആസ് വെൽ ആസ് എങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ യൂസ് ചെയ്യാമെന്നാണ്. ആസ് വെൽ ആസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആൻഡിൻ്റെ അതേ കേസ് തന്നെയാണ് നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഗ്രാമറിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ പരീക്ഷകളിലും കുട്ടികൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ആസ് വെൽ ആസ് നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ആസ് വെൽ ആസ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. മിക്ക പരീക്ഷകളിലും പല വിധത്തിൽ ക്വസ്റ്റ്യൻ വരാറുള്ളൊരു ടോപ്പിക്കാണ് ആസ് വെൽ ആസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കൂടാതെ, അത് കൂടാതെ ഇതും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതായത് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കുക എന്നതാണ് നമ്മുടെ കൺജങ്ഷൻ എന്നതിൻ്റെ കർത്തവ്യം. അത് നമുക്കറിയാം. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കുമ്പോൾ മനസ്സിലായി കിട്ടും. നിങ്ങൾക്ക് ഗ്രാമർ ഈസിയായി പഠിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു സെൻറ്റൻസ് നോക്കൂ. അവൾ വീട് വൃത്തിയാക്കുകയും കൂടാതെ അവൾ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നു. അവൾ വീട് വൃത്തിയാക്കുകയും കൂടാതെ അവൾ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കണം നമുക്ക്, അല്ലേ? ഷീ ക്ലീൻസ് ദ ഹൗസ് ആൻഡ് ഓൾസോ ദ കുക്സ്, അല്ലേ? ഇവിടെ ആൻഡ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സെൻറ്റൻസ് യോജിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ആസ് വെൽ ആസ് യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് യൂസ് ചെയ്യുന്ന അതേ കേസ് തന്നെ നമുക്ക് ആസ് വെൽ ആസ് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ആസ് വെൽ ആസ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഷീ ക്ലീൻസ് ദ ഹൗസ് ആൻഡ് ഓൾസോ. ഈ ആൻഡ് ഓൾസോനെ നമുക്ക് മാറ്റി നിർത്താം. ആൻഡ് ഓൾസോ, അതുപോലെ തന്നെ ടു, ഇവയൊക്കെ വരികയാണെങ്കിൽ നമ്മളതൊക്കെ മാറ്റിയിട്ട് വേണം ആസ് വെൽ ആസ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെ നമ്മളിത് ആസ് വെൽ ആസ് യൂസ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യും? ഇവിടെ അവൾ വീട് വൃത്തിയാക്കുന്നു, അതുപോലെ തന്നെ അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു എന്നാണ്. രണ്ടും സബ്ജക്റ്റ് ഒന്നാണ്, പക്ഷേ ഇവിടെ വ്യത്യാസമുള്ളത് വെർബിനാണ്, അല്ലേ? രണ്ട് വെർബ്സാണ് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ ആസ് വെൽ ആസ് യൂസ് ചെയ്യും? ഷീ ക്ലീൻസ് ദ ഹൗസ് ആസ് വെൽ ആസ് കുക്സ്. ഷീ ക്ലീൻസ് ദ ഹൗസ് ആസ് വെൽ ആസ് കുക്സ്. അവൾ വീട് വൃത്തിയാക്കുകയും കൂടാതെ ഭക്ഷണം പാകം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതുപോലെ നോക്കൂ. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയും കൂടാതെ കണക്ക് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയും കൂടാതെ കണക്ക് പഠിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പം ഇവിടെ രണ്ട് വിഷയങ്ങളാണ് വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത്, അല്ലേ? സബ്ജക്റ്റ് സെയിം ആണ്. അപ്പം നമ്മളെങ്ങനെ പറയും? ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മാത്സ്. ഷീ സ്റ്റഡീസ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് മാത്സ്. അവൾ ഇംഗ്ലീഷ് പഠിക്കുകയും കൂടാതെ മാത്സ് പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരൊറ്റ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ആസ് വെൽ ആസ് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ ചെയ്യാം. വേറൊരു സെൻറ്റൻസ് നോക്കൂ. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയും കൂടാതെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുകയും അതോടൊപ്പം ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്, രണ്ടും ചെയ്യുന്നത് ഈ ഒരു ടീച്ചറാണ്. അപ്പം നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്, വ്യത്യസ്ത വെർബാണ്. അപ്പം എങ്ങനെ പറയും? ദ ടീച്ചർ ടീച്ചേഴ്സ് ദ ചിൽഡ്രൻ ആസ് വെൽ ആസ് ലിസൺസ്. ആസ് വെൽ ആസ് ലിസൺസ്. അവിടെ ടീച്ചേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ലിസൺസും ഉണ്ട്. രണ്ട് സെൻറ്റൻസിൽ ക്ലിയർ ആയോ? ഇനി നമുക്ക് സബ്ജക്റ്റ് വ്യത്യസ്തമായി വരുമ്പം എങ്ങനെ ആയിരിക്കും എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ രണ്ട് സെൻറ്റൻസ് ഇവിടെ പറയുന്നുണ്ട്. അവൻ ബിരിയാണി കഴിക്കുന്നു, അവൻ്റെ സുഹൃത്തുക്കളും ബിരിയാണി കഴിക്കുന്നു. അവൻ ബിരിയാണി കഴിക്കുന്നു, അവൻ്റെ സുഹൃത്തുക്കളും ബിരിയാണി കഴിക്കുന്നു എന്നീ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? അവൻ ബിരിയാണി കഴിക്കുന്നു, ഹി ഈറ്റ്സ് ബിരിയാണി. അവൻ്റെ സുഹൃത്തുക്കളും ബിരിയാണി കഴിക്കുന്നു. അതോടൊപ്പം അല്ലേ, അവൻ്റെ സുഹൃത്തുക്കളും ബിരിയാണി കഴിക്കുന്നു. ഹിസ് ഫ്രണ്ട്സ് ഓൾസോ ഈറ്റ് ബിരിയാണി. ഹിസ് ഫ്രണ്ട്സ് ഓൾസോ ഈറ്റ് ബിരിയാണി. അവിടെ നമ്മൾ ഓൾസോ എന്ന ആ ഒരു സംഭവം മാറ്റി നിർത്തിയിട്ട് നമുക്ക് എങ്ങനെ ആസ് വെൽ ആസ് യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്.
ഇത് ഒരുപാട് പരീക്ഷകളിലൊക്കെ വന്നൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഹി ഈറ്റ്സ് ബിരിയാണി, ഹിസ് ഫ്രണ്ട്സ് ഓൾസോ ഈറ്റ് ബിരിയാണി എന്നാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ആസ് വെൽ ആസ് യൂസ് ചെയ്യാം? ഫസ്റ്റ് സെൻറ്റൻസ് ഇവിടെ സിംഗുലറാണ്. ഹി എന്നാണ് സബ്ജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, രണ്ടാളും ചെയ്യുന്നത് ബിരിയാണി കഴിക്കുകയാണ്, ഒരേ വെർബാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഒരു കൺഫ്യൂഷൻ വരും, ഏത് വെർബാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പം ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, അവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ് രണ്ടാമത് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സെൻറ്റൻസിൽ ഏതാണ് സബ്ജക്റ്റ് എന്ന് നോക്കുക, അതായത് സിംഗുലറാണോ പ്ലൂറലാണോ എന്ന് നോക്കുക. ഇവിടെ വന്നിട്ടുള്ളത് സിംഗുലർ സബ്ജക്റ്റ് അല്ലേ, അപ്പം നമ്മൾ അതിന് യോജിച്ച വെർബ് ഏതാണെന്ന് നോക്കുക. ഏതാണ് ഇവിടെ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ വന്ന വെർബ്? ഈറ്റ്സ് എന്നാണ്. ഇറ്റ്സ് എന്നാണ് അല്ലേ, സിംഗുലർ സബ്ജക്റ്റിൻ്റെ വെർബാണ് ഫസ്റ്റിലുള്ളത്. അതങ്ങോട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. അതായത് ഫസ്റ്റ് സെൻറ്റൻസിൽ സിംഗുലറാണോ സബ്ജക്റ്റ് പ്ലൂറലാണോ നോക്കുക, അതിനുശേഷം അതിന് ഏത് സബ്ജക്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റാണ്. അപ്പം ഹി ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, ഫസ്റ്റിലെ വെർബ് ഏതാണ്? ഈറ്റ്സ് ആണ്. ഈറ്റ്സ് ബിരിയാണി, ഇത്രയേ ഉള്ളൂ. അല്ലാതെ രണ്ടാമത്തെ സെൻറ്റൻസ് പ്ലൂരൽ അല്ലേ, അവിടെ നമ്മൾ പ്ലൂരലിൻ്റെ കൂടെയുള്ള സബ്ജക്റ്റ് വെർബല്ലേ യൂസ് ചെയ്യുക, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് സെൻറ്റൻസിലുള്ള സബ്ജക്റ്റ് നോക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കൂ. അവർ ഫുട്ബോൾ കളിക്കുകയാണ്, രാജുവും ഫുട്ബോൾ കളിക്കുകയാണ്. അവർ ഫുട്ബോൾ കളിക്കുകയാണ്, രാജുവും ഫുട്ബോൾ കളിക്കുകയാണ് അല്ലേ. അവർ എന്ന സബ്ജക്റ്റാണ് ഇവിടെ ഫസ്റ്റിൽ വന്നിട്ടുള്ളത്. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ, രാജു ഈസ് ഓൾസോ പ്ലേയിങ് ഫുട്ബോൾ അല്ലേ. രാജു ഈസ് ഓൾസോ പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ ഓൾസോയും ടൂവും ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ വെർബ് ഒന്ന് തന്നെയാണ്, ഫുട്ബോൾ കളിക്കുക എന്നതാണ് നമ്മുടെ വെർബ്. എന്നാൽ സബ്ജക്റ്റ് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്താ വന്നിട്ടുള്ളത്? പ്ലൂറൽ സബ്ജക്റ്റാണ് വന്നിട്ടുള്ളത്, അവർ എന്നാണ്. അപ്പോൾ ദേ ആസ് വെൽ ആസ് രാജു. അപ്പോൾ ഇവിടെ ഏതായിരിക്കും നമ്മൾ വെർബ് യൂസ് ചെയ്യുക? വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി ഏതാണ് യൂസ് ചെയ്യുക എന്ന് കൺഫ്യൂഷൻ വരും. ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണ്? ദേ ആണ്, പ്ലൂറലാണ്. അതിന് നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ആർ എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ദേ ആസ് വെൽ ആസ് രാജു ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആസ് വെൽ ആസ് രാജു ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ദേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടെ വെർബ് യൂസ് ചെയ്യേണ്ടത്, ഓക്സിലറി വെർബ് യൂസ് ചെയ്യേണ്ടത് ആർ എന്നാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സബോർഡിനേറ്റിംഗ് കൺജക്ഷനിൽ ആസ് വെൽ ആസ് എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനി അത് വെച്ചിട്ട് 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ്, my friends as well as I dash options are drinking juice, is drinking juice, was drinking juice. ഏതായിരിക്കും കറക്റ്റ് ആയത്? നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു, ഫസ്റ്റിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? ആർ ഡ്രിങ്കിങ് ജ്യൂസ് എന്ന് അല്ലേ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് ഡേഷ്. എന്തായിരിക്കും ആൻസർ? ആർ ക്ലീനിങ് ദ സ്കൂൾ എന്നുണ്ട്, ഈസ് ക്ലീനിങ് ദ സ്കൂൾ എന്നുണ്ട്, ഹാവ് ക്ലീനിങ് ദ സ്കൂൾ എന്നുണ്ട്. ഏതായിരിക്കും ഇവിടെ സ്യൂട്ടബിൾ ആയത്? ടീച്ചർ എന്നേ ഉള്ളൂ അല്ലേ. സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഈസ് ക്ലീനിങ് ദ സ്കൂൾ. അപ്പോൾ ആസ് വെൽ ആസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ക്ലിയർ ആയല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മുമ്പത്തെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.